കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രതിഷേധം. വൈസ് ചാൻസലറുടെ ഓഫീസ് വാതിൽ തകർത്ത് അകത്തു കടന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ് SFIക്കാരുടെ അതിക്രമം. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശാന്തകുമാർ, വലിയ പ്രതിഷേധമാണെന്ന് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുമ്പിൽ നടക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വൈസ് ചാൻസലറുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഉപരോധിക്കുന്നുണ്ടല്ലേ? രാവിലെ 11:30 മണിക്ക് ആരംഭിച്ചതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് SFIയുടെ മാർച്ച്. അത് ഗവർണറുടെ RSSന്റെ നടപടികൾ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നു. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ RSSന്റെ പാദസേവത്തിൽ അതിന് പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ RSSന് വിടുപണി ചെയ്യോ, അതിനെ ഭേദിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ഇതിന് മുകളിലേക്ക് വൈസ് ചാൻസലറുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന AD നിലയിലെ മുകളിലേക്ക് എത്തുകയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വൈസ് ചാൻസലറുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഓഫീസ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ ചെയ്യുന്നത്. നേരത്തെ SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സാദിഖ് അലി ഇതിന്റെ കാര്യങ്ങൾ എല്ലാം വിശദമായി സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, വൈസ് ചാൻസലർ ഇവിടെ സംഘപരിവാറിന് പാദസേവ ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിന് അദ്ദേഹത്തിന്റെ ബോർഡ് തന്നെ മാറ്റി അത്തരത്തിൽ സംഘപരിവാറിന് പാദസേവ ചെയ്യുന്നു എന്നുള്ള ബോർഡ് സ്ഥാപിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധം തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഈ സമരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അരുണ്യ, കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ ഓഫീസ് വാതിൽ തകർത്ത് അകത്ത് കടന്നാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. പോലീസും സ്ഥലത്തുണ്ട്. ശാന്തകുമാർ വെള്ളാലത്താണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.